നമസ്കാരം. നമ്മളിന്ന് കൊടൈക്കനാലിലെ കുറച്ച് ഹിഡൻ പ്ലേസസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. സാധാരണഗതിയിൽ കൊടൈക്കനാൽ വരുന്നവർ ആ ഒരു വരുന്ന വഴിയിലെ ആ ഒരു ഹിൽ സ്റ്റേഷൻ്റെ ഭംഗിയും പിന്നെ അവിടെ എത്തിയതിന് ശേഷമുള്ള ആ ലേക്കിൻ്റെ കുറച്ച് കാഴ്ചകളും മറ്റും ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. പക്ഷേ നമ്മൾ ഈ ഒരു യാത്രയിൽ ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് ഹിഡൻ പ്ലേസസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കൊടൈക്കനാലിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പരിചയപ്പെട്ട ഒന്ന് രണ്ട് സുഹൃത്തുക്കളാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ അവരൊരു ടൂറിസ്റ്റ് പാക്കേജ് ഒക്കെ എടുക്കുന്ന ഒരു ട്രാവൽ ഏജൻസിയുടെ നമ്പർ തന്നു. അവർ ഒരാൾക്ക് 350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ 15ഓളം സ്ഥലങ്ങൾ അവർ കൊണ്ടുപോയി കാണിച്ച് വിത്ത് ഗൈഡ് തിരിച്ചു കൊണ്ട് ഹോട്ടലിൽ വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 9 മണിക്ക് അത് പോകാനായിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം പറ്റിയത് എന്താണെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എണീക്കാൻ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഓൾറെഡി ഞങ്ങൾ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ടൊരു പാക്കേജ് റൈറ്റിനായിട്ട് നിങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോയി കാണിക്കാം. അതിനായിട്ട് അവർ 2500 രൂപ 2400 രൂപയാണ് ലാസ്റ്റ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും നമുക്ക് സമയമില്ല, ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ ഇവിടെ കൊടൈക്കനാലിൽ. അപ്പോൾ അതും കൂടെ പോയി കംപ്ലീറ്റ് കണ്ട് റിസ്ക് ഇല്ലല്ലോ, നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊടൈക്കനാൽ ബസ് സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ വന്ന് ഇറങ്ങിയ ആ ഒരു സ്ഥലത്താണ് ഈ ട്രാവൽ ഏജൻസിയുടെ ഓഫീസ്. അവിടെ പോയി ഞങ്ങൾ ഡ്രൈവറെയും ആ ഒരു ട്രാവൽ ഏജൻറ്റിനെയൊക്കെ പരിചയപ്പെട്ടു. ഞങ്ങൾ ആ ഒരു യാത്ര ആരംഭിച്ചു. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ വണ്ടി പുറപ്പെട്ടു. ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് കോക്കേഴ്സ് വാക്ക് എന്നറിയപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ്. അത് ഈ ഒരു കൊടൈക്കനാലിൻ്റെ ചുറ്റുമുള്ള താഴ്വരകളും കുന്നുകളും ഭൂപ്രകൃതിയൊക്കെ അതിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു അടിപൊളി കാൽനട പാതയാണ്. നമുക്കിങ്ങനെ നടന്ന് ചുറ്റും കറങ്ങി നമ്മുടെ ഈ ഒരു ചുറ്റുപാട് ഒരു 360 വ്യൂവിൽ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടത്തേക്കാണ് ഞങ്ങൾ ആദ്യം തന്നെ വന്നത്. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിൻ്റെ കറക്റ്റ് പ്രൈസ് എത്രയാണെന്ന് ഓർമ്മയില്ല, എന്തായാലും ഞങ്ങൾ അതെടുത്തു. ഞങ്ങൾ നേരെ മുമ്പോട്ട് നടന്നു. ഈ ഒരു നടക്കാനുള്ള ഈ ഒരു പാത ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് നീളമുണ്ട്. ആൾട്ടിറ്റ്യൂഡ് ഏകദേശം 2100 മുകളിലാണ് ആൾട്ടിറ്റ്യൂഡ്. ഏകദേശം 7000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ഈ താഴ്വരകളും അതുപോലെയുള്ള അവിടുത്തെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളൊക്കെ അതിമനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കോടമഞ്ഞൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ വിഷ്വൽസൊക്കെ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം കുറച്ച് കോടയും അതുപോലെ തന്നെ നല്ലൊരു കുറച്ച് ഭാഗങ്ങളിലൊക്കെ തെളിഞ്ഞൊരു അന്തരീക്ഷം അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ സുന്ദരമായി നടന്നു നീങ്ങുകയാണ്. പിന്നെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമുള്ള സമയത്ത് നമുക്ക് തൊട്ടടുത്തുള്ള പഴനി ടെമ്പിളില്ലേ, അതിൻ്റെ ആ ഒരു മല നല്ല വ്യക്തമായിട്ട് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി പഴനിയിൽ നിന്നാണ് ഈ കൊടൈക്കനാലിലേക്ക് ഇങ്ങോട്ട് വന്നത്. പിന്നെ താഴ്വരകളുടെയും അതുപോലെ തന്നെ ഗ്രാമങ്ങളുടെയൊക്കെ പ്രത്യേക കാഴ്ചകളൊക്കെ കാണാനായിട്ട് പലയിടത്തും ടെലിസ്കോപ്പൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേക പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ബ്രോക്കൺ സ്പെക്ടർ എന്ന് പറഞ്ഞൊരു പ്രത്യേക പ്രതിഭാസം ഇവിടെ അനുഭവപ്പെടും. അതായത് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ നിഴൽ തൊട്ടടുത്തുള്ള മേഘങ്ങളിൽ തട്ടിയിട്ട് അതിൻ്റെ ഒരു രൂപം അപ്പുറത്ത് താഴ്വരകളിൽ ഇങ്ങനെ പതിയുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പോയ ദിവസം ഞങ്ങൾക്കത് ആസ്വദിക്കാനോ ഒന്നിനും പറ്റിയിരുന്നില്ല. എന്തായാലും അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോഴത്തേക്ക് നമ്മളെ വണ്ടി ആയിട്ട് ഡ്രൈവർ മറ്റൊരു സൈഡിലൂടെ വന്ന് ഈ ഒരു എക്സിറ്റ് പോയിന്റിൽ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സെൻറ്റ് മേരീസ് ചർച്ച് കാണാനായിട്ടാണ്. കൊടൈക്കനാലിലെ ബ്രിട്ടീഷ് ആധിപത്യം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു പ്രത്യേക വാസ്തുവിദ്യ ശൈലിയിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഒരു ചർച്ചാണിത്. ഇവിടുത്തെ ഏറ്റവും ആകർഷണങ്ങളിലൊന്നാണ് എന്നും ഈ ഒരു ചർച്ചിനെ കുറിച്ച് വിശേഷിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കയറി ചെന്ന സമയത്ത് സ്റ്റെപ്പുകളിലൂടെയൊക്കെ മേലെ കയറി ചെന്നു. പക്ഷെ അവിടെ അന്നൊരു പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം അകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അകത്ത് പ്രവേശിക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും അകത്ത് പറ്റില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടൈക്കനാലിൻ്റെ കൊളോണിയൽ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ഒരു ചർച്ച്. ഈ ഒരു പ്രദേശത്തെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നാണ് എന്നാണ് പറയപ്പെടുന്നത്.
കൊടൈക്കനാൽ ഒരു വേനൽക്കാല വിശ്രമ കേന്ദ്രമായി ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച അല്ലെങ്കിൽ പരിഗണിച്ച ആ ഒരു സമയത്താണ് ഈ ഒരു പള്ളി സ്ഥാപിച്ചത്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ആ ഒരു പള്ളിയുടെ മാക്സിമം കാഴ്ചകളൊക്കെ ഞങ്ങൾ പുറത്തു നിന്നുകൊണ്ട് ചിത്രീകരിച്ചു. നന്നായി ഫോട്ടോ എല്ലാം എടുത്തു. അപ്പോഴത്തേക്കും പതിവ് പോലെ തന്നെ നമ്മുടെ ഡ്രൈവർ അതിൻ്റെ എക്സിറ്റ് പോയിന്റിൽ വന്ന് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അതിന്ന് അവിടെ ചെന്ന് അദ്ദേഹത്തെയും കൂട്ടി ഇനി അടുത്ത ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ പോണത്. പിന്നെ ഒരു പ്രത്യേക ഏരിയ ചോക്ലേറ്റ് മാർക്കറ്റ്, അതായത് ടൂറിസ്റ്റുകൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് മാത്രം ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ഏരിയ. അവിടെ മെയിനായിട്ട് ചോക്ലേറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ്, നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള സ്പൈസസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അതുപോലെ പിന്നെ ഹാൻഡ് മെയ്ഡ് ബാഗുകൾ, കരകൗശല വസ്തുക്കൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് നമ്മൾ പോയത് ഒരു കൊടൈക്കനാലിൻ്റെ ഏറ്റവും ആകർഷണമായിട്ടുള്ള ആ ഒരു ലേക്ക് ഉണ്ടല്ലോ, ആ ലേക്ക് നമുക്ക് ഒരു ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരു അടിപൊളി കാഴ്ച കാണാനായിട്ട് പറ്റും. ലേക്ക് വ്യൂ மட்டும் தெரியும். அது மட்டும் தான் இங்கே. ஆமாம், அப்படி இது சாக்லேட் வேணால் ஹோல்சேல் கடை சீப் அண்ட் பெஸ்ட், கம்மி ரேட் தான். என்னது சாக்லேட் தாங்களாலும் வாங்கிக்க, കമ്മി റേറ്റ് தான். ആ ഒരു ലേക്കിൻ്റെ വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് ഇതുപോലെയുള്ള ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇതുപോലെയുള്ള ഹാൻഡ് മെയ്ഡ് സാധനങ്ങളും ഡ്രസ്സുകൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് മെയിനായിട്ടൊന്നുമില്ല, നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒരു ഫോട്ടോ, ലേക്ക് വ്യൂ കണ്ടുകൊണ്ടുള്ള നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സമയത്തും നല്ല കോടമഞ്ഞായിരുന്നു, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഫോട്ടോ ഒന്നും അട്രാക്റ്റായിട്ട് തോന്നിയില്ല. എടുക്കാൻ ഞങ്ങൾ എടുത്തു, പക്ഷെ അതൊന്നും ഒരു പ്രത്യേകതായിട്ട് തോന്നിയില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ കാണാനായിട്ട് പുറപ്പെട്ടു. இனி எங்கே போகிறது? மோயப்பேன் போகுது. மோயப்பேன் எப்படி? மோயப்பேன் கேரளா பார்டர். கேரளா பார்டரா? இங்கே இருக்கா கேரளா பார்டர்? அங்கே தான் போகுது லாஸ்ட். எப்படியா? செக் போஸ்ட். செக் போஸ்ட்லையா? இது வந்து கேரளா போகிறது 80 கிலோமீட்டர். மூணார். அப்படியா? ஆமாம், ஷார்ட் ரூட் மூணார் 80 கிலோமீட்டர் இங்கேருந்து. ஆமாம். வண்டி போகிறதுக்கு எவ்வளோ? வண்டி போகாது, இப்போ ரோடு பிளாக் ஆகுது. 2 வருஷம் ஆச்சு. ஓகே ஓகே. இங்கே என்னது? பார்க்கிங் லஞ்ச் சாப்பிட்றாங்க. ഓക്കെ. இது டோட்டலாக பூம்பாறை இது தானே? இது இங்கேருந்து ஸ்டார்ட் பண்ணது பூம்பாறை? பூம்பாறை வந்து ரைட்டில் போகும். வில்லேஜ்? வில்லேஜ் 18 வில்லேஜ். ஓகே. அங்கே வந்து ஆட்டு பண்ணை, முயல் பண்ணை. ஓகே. அங்கே ராக்லின் போயிருக்கோம், செம்மறி ஆடு எல்லாமே. ஓகே. அங்கே போகுதா இப்போ? நாங்கள் அது போகிற ரூட்டு, இது ஒரு ரூட்டு, அது ஒரு ரூட்டு. ക്യാമറയിൽ പിടിച്ച് അതിൽ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് ഓടിയിരുന്നു. ഇങ്ങോട്ട് ഓടിയാ വണ്ടി കിട്ടിയല്ലോ. അടുത്തതായിട്ട് നമ്മൾ വന്നത് മോയാർ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് കാണാനായിട്ടാണ്. കൊടൈക്കനാലിൽ വരുന്ന അധിക ടൂറിസ്റ്റുകളും ഈ ഒരു സ്ഥലം മിസ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു പാക്കേജിൽ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മളുടെ ഗൈഡിന് ഈ ഒരു സ്ഥലം അത്രയും അറിയാവുന്നതുകൊണ്ടും നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ വന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പകുതി
ദൂരം പിന്നിട്ട സമയത്ത് തന്നെ നന്നായിട്ട് കോടമഞ്ഞ് നിറഞ്ഞു. നമ്മളവിടെ വ്യൂ പോയിൻറ്റിലേക്ക് പോയി. പക്ഷേ അവിടെ വീഡിയോ ക്യാമറയ്ക്ക് ഏകദേശം 300 രൂപ, അതല്ലെങ്കിൽ പ്രൊഫഷണൽ ക്യാമറ ആണെങ്കിൽ 500 രൂപ കൊടുക്കണം. മൊബൈൽ എടുക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ അവർ രണ്ടുപേരും പോയിട്ടുണ്ട്. അവർ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് മിൽക്കി മിസ്റ്റിൽ മൂടിയിരിക്കുന്ന കൊടൈക്കനാൽ. പിന്നെ സ്ഥലത്തോட പേര് மொயல் பாயிண்ட். மொயல் பாயிண்ட் நம்ம ஹைட்டில் இருக்கும். இங்கேருந்து வியூ என்ன எந்த வியூ? கொடைக்கானல் மொத்தம் வில்லேஜ் தெரியும். வில்லேஜ் மூணார் ஆனால் இப்போ எதுவுமே பார்க்க முடியாது, எல்லாமே பண்ணியாக இருக்குது. ஆமாம். அடுத்து போகிறது ஃபைன் ஃபாரஸ்ட் போகிறோம். ஓகே. ஃபைன் ஃபாரஸ்ட் முடிஞ்சோன்னு மஞ்சூஸ் பாய்ஸ் குணா பிளேஸ். ஓகே. அதை முடிஞ்சோன்னு பில்லர் ஆக்கு, கால்ஃப் கோர்ஸ், சூசைட் பாயிண்ட், பாம்பார் ஃபால்ஸ், ஃபைண்ட் அவுட், லேக் ட்ராப். പിന്നെ ഇത് എന്താ குணா கேவ்? அதான் குணாவே மஞ்சூஸ் பாய்ஸ். மஞ்சூஸ் பாய்ஸ். முதல் செகண்ட் குணா வருது, இப்போ ரெண்டாவது மஞ்சூஸ் பேர் மாற்றுது. நீங்கள் அந்த மலையாளம் ஃபிலிம் எடுத்தில்ல மஞ்சுமல் பாய்ஸ், அதை பற்றி தானே சொல்லுங்க. அப்போ குணா கேவோட பேர் மாற்றியாச்சு. ஆமாம், அது குணா பிளேஸ் தான். அது இப்போ வருது ஷூட்டிங் பேர் மாற்றியாச்சு. மஞ்சூஸ் போயிடுது, മഞ്ഞുമൽ ബോയ്സ് ആക്കിയാச்சு സ്ഥലത്തോട് പേര്. പിന്നെ ഈ ഒരു വ്യൂ പോയിന്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രദേശത്ത് നമ്മൾ ഇതിനു മുമ്പ് പോയ പോലെ തന്നെ താഴ്വരകളും കുന്നുകളും തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളൊക്കെ അതിമനോഹരമായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അതിനും സാധിക്കുന്നില്ല. പിന്നെ തൊട്ടടുത്ത് കൂടെ ഒരു മോയാർ എന്ന് പറയുന്നൊരു നദി ഒഴുകി പോകുന്നുണ്ട്. ആ ഒരു നദിയുടെ പേരിലാണ് ഈ ഒരു വ്യൂ പോയിന്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്നൊക്കെ ഗൈഡ് പറഞ്ഞു. എന്തായാലും ആ ഒരു കോടമഞ്ഞിൽ ഇങ്ങനെ കുളിച്ചിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഒരുപാട് നേരം ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ്. അതായത് ഗുണ കേവ്. ഗുണ കേവ് എന്നുള്ള ആ ഒരു പേര് ഇപ്പോൾ മാറ്റിയിട്ട് മഞ്ഞുമൽ ബോയ്സ് കേവ് എന്നാക്കിയെന്നൊക്കെ നമ്മൾ ആ ഒരു ഗൈഡ് പറഞ്ഞു. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഗുണ കേവിൻ്റെ കാഴ്ചകൾ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഗുണ കേവിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. ആ കാഴ്ചകളൊക്കെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റ് കാണാനായിട്ടാണ്. ഇതുപോലൊരു പൈൻ ഫോറസ്റ്റ് കൊടൈക്കനാലിലുണ്ട് എന്നുള്ളത് സത്യം പറയാനുള്ള ഈ ഒരു യാത്രയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം 200 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു പൈൻ ഫോറസ്റ്റാണ്. ഒരുപാട് സിനിമകളിൽ നമ്മൾ ഈ ഒരു രംഗം കണ്ടിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ഊട്ടിക്കടുത്തുള്ള ഒരു പൈൻ ഫോറസ്റ്റ് ഒരു ഏരിയ ഉണ്ട്, അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തതെന്നാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പം ആ ഒരു തെറ്റിദ്ധാരണകളെല്ലാം മാറി. നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലം. എന്തായാലും ഞങ്ങൾ അവിടേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് കയറി അവിടെയുള്ള മാക്സിമം കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ അടുത്ത കാഴ്ച എന്ന് പറയുന്നത് ഒരു പ്രശസ്തമായിട്ടുള്ള ഗോൾഫ് ക്ലബ്ബായിരുന്നു. അത് നമ്മൾ പ്രത്യേകമായിട്ട് അവിടെ ഇറങ്ങി നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന ആ ഒരു സമയത്ത് തന്നെ അത്രയും ദൂരത്തിൽ നമുക്ക് ആ ഒരു ക്ലബ്ബ്, ആ ഒരു ഗ്രൗണ്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അതും ഒരു അടിപൊളി കാഴ്ചയായിരുന്നു. അതിങ്ങനെ ഡ്രൈവർ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളങ്ങനെ പോയി. പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഒരു വലിയ ഒരു മരമുണ്ട്. അതായത് ആ മരത്തിന് ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ഒരു മരം കാണാനായിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ അത് റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് കുറേ ദൂരത്തേക്ക് നമ്മളിങ്ങനെ നോക്കി കാണാനേ പറ്റുള്ളൂ, അതിൻ്റെ അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ കൊടൈക്കനാലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. അത് സൂയിസൈഡ് പോയിൻ്റാണ്. സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടൈക്കനാലിൽ വരുന്നവർ ആദ്യമൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേയൊക്കെ ആദ്യം തന്നെ വായിൽ വരുന്നൊരു വാക്കായിരുന്നു സൂയിസൈഡ് പോയിൻ്റ് കൊടൈക്കനാൽ എന്നുള്ളത്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോവാണ്. ഈ ഒരു സമയത്തും നമ്മളെ കോടമഞ്ഞ് നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടില്ല കേട്ടോ, അതുപോലെ പിന്തുടരുന്നുണ്ട്. അതുപോലത്തെ കോടയുള്ള സമയമാണ്. എന്നാലും ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് അവിടെ പാർക്ക് ചെയ്തു. ഞങ്ങൾ ഒരു
സൈഡിലൂടെ ഇങ്ങനെ ആ ഒരു വ്യൂ പോയിൻ്റ് കാണാനായിട്ട് പോവാണ്. ഈ ഒരു ഏരിയയിലേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഒരു കാഴ്ചയോ കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവിടെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലുമായിട്ട് ഒത്തിരി കച്ചവട സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ നമ്മൾ പതുക്കെ നടന്നു പോയി കഴിഞ്ഞാലാണ് ആ ഒരു പോയിന്റിലേക്ക് എത്താൻ സാധിക്കുക. അതിന് അവിടെ ഒരുപാട് ബൗണ്ടറികളും അതുപോലെ നെറ്റും ഒക്കെ കെട്ടി അതുപോലെ സേഫ്റ്റി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അന്നത്തെ ആ ഒരു പഴയ കാഴ്ച ഇപ്പോൾ ഇല്ലെങ്കിലും സേഫ്റ്റിയുടെ ആ ഒരു കാരണം കൊണ്ട് ചില ഒരു പ്രത്യേകതയും ചില ഒരു പ്രത്യേക കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. തിരിച്ച് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ഗുണ കേവിൻ്റെ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് പില്ലർ റോക്ക് വ്യൂ പോയിൻ്റ് ആണ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 400 അടി ഉയരത്തിൽ ഇങ്ങനെ പില്ലർ പോലെ രൂപത്തിൽ നിൽക്കുന്ന 3 പാറക്കൂട്ടങ്ങളാണ്. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ. ആ ഒരു പേരിലാണ് ഇത് പില്ലർ റോക്ക് വ്യൂ പോയിൻ്റ് എന്നറിയപ്പെടുന്നത്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ആ ഒരു സമയത്ത് ആ ഒരു പില്ലർ റോക്ക് നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള മൂടൽ മഞ്ഞുള്ളൊരു സമയമായിരുന്നു. ഈ ഒരു പാറകളും ഈ ഒരു കുന്നുകളും മലകളൊക്കെ നമ്മുടെ ഗുണ കേവിനോട് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഭൂഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് പോയ സമയത്ത് നമുക്ക് കാണാനായി സാധിക്കുന്നത് അവിടെ ഒരു പ്രത്യേക ശൈലിയിൽ ഒരു സ്റ്റാച്യു പോലെ നിർമ്മിച്ചിട്ടുള്ള ഒരു 3 ആനകളുടെ പ്രതിമയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. വീണ്ടും നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെട്ടിരുന്ന ഏകദേശം 15ഓളം ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്തു. ഇനി തൊട്ടടുത്തുള്ള താഴേക്ക് ഇറങ്ങിയിട്ട് നേരെ തൊട്ടടുത്തുള്ള ആ ഒരു ലേക്കിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അവർ ഡ്രോപ്പ് ചെയ്യും. ഇനിയും കൊടൈക്കനാലിൽ ഒരുപാട് ഹിഡൻ പ്ലേസസും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അടുത്തൊരു യാത്രയിലും അടുത്തൊരു വരവിലും ആ ഒരു ഭാഗങ്ങളും കൂടെയൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ യാത്ര സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ചാനലൊന്ന് കയറി അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ ബൈ.